ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ICU ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച് സേവനം ഉടൻ പുനരാരംഭിക്കുമെന്ന് കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോമസ് മൈക്കിൾ. കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായ സാങ്കേതിക തടസ്സം മനസ്സിലാക്കി DMOയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് വാഹനം കൊണ്ടുപോയിരിക്കുകയാണ്. ഈ വർക്ക്ഷോപ്പിൽ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞതായും തോമസ് മൈക്കിൾ പറഞ്ഞു. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് മന്ത്രി റോഷി അഗസ്റ്റ് അനുവദിച്ച് നൽകിയ ICU ആംബുലൻസാണ് കഴിഞ്ഞ 2.5 മാസക്കാലമായി അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പാറക്കടവിലുള്ള വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നത്. വർക്ക്ഷോപ്പിൽ ഈ വാഹനം പണിയുവാനുണ്ടായ സാങ്കേതിക തടസ്സം മൂലം 2.5 മാസമായി ആംബുലൻസിന്റെ സേവനം ആശുപത്രിയിൽ ലഭ്യമല്ലായിരുന്നു. ഈ ആംബുലൻസിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകൾ വിഷയത്തിൽ പരാതിയുമായി രംഗത്തെത്തി. ഇത് മാധ്യമവാർത്തയാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് വിഷയത്തിൽ അടിയന്തര നടപടിയുണ്ടായത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ DMOയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നതായും തോമസ് മൈക്കിൾ പറഞ്ഞു. DMOയെ വിവരം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ DMOയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പനയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും തൊടുപുഴയിലുള്ള വർക്ക്ഷോപ്പിലേക്ക് വാഹനം കൊണ്ടുപോയി അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുവാൻ അനുമതി നൽകുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലേക്ക് വാഹനം കൊണ്ടുപോയി വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞതായി കട്ടപ്പന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോമസ് മൈക്കിൾ പറഞ്ഞു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ എത്തുന്ന പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്ന ICU ആംബുലൻസ് അത് കുറച്ച് ദിവസങ്ങളായി മെയിൻ്റനൻസിന് വേണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. അതിൻ്റെ കട്ടപ്പനയിലെ പാറക്കടലുള്ള വർക്ക്ഷോപ്പിൽ ആ വാഹനം ഏൽപ്പിക്കുകയും അവിടുത്തെ റാമ്പ് ഒടിഞ്ഞു പോയതുകൊണ്ട് ആ വാഹനം നന്നാക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിവിധ വാർത്താമാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ചുമതലയേറ്റ ഉടൻ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ കട്ടപ്പനയിൽ ആ വാഹനം പണിത് ഇറക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളോടുകൂടിയ അപ്രൂവ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടതും പ്രകാരം കട്ടപ്പനയിൽ നിന്നും അത് റിക്കവറി വാഹനം ഉപയോഗിച്ച് തൊടുപുഴയിൽ എത്തിച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ അതിൻ്റെ മെയിൻ്റനൻസ് പണികൾ നടന്നു വരികയാണ്. 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മെയിൻ്റനൻസ് പണികൾ പൂർത്തീകരിച്ച് അടുത്ത തിങ്കളാഴ്ചയ്ക്കകമായി ആശുപത്രിയിലേക്ക് ആ വാഹനം തിരികെ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ശബരിമലയിലേക്ക് നമ്മുടെ ആംബുലൻസ് ഡ്യൂട്ടിക്ക് വിട്ടിരിക്കുകയാണ്. അത് 15 വർഷത്തോളം കാലപ്പഴക്കമുള്ള വാഹനമാണ്. എങ്കിൽ പോലും മകരവിളക്ക് വരെയുള്ള സമയം കഴിഞ്ഞതിന് ശേഷം വാഹനം തിരികെ തരാമെന്നാണ് ശബരിമലയെ ബന്ധപ്പെട്ട ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരും ആംബുലൻസും പോയിട്ടുള്ളത്. ഏതായാലും അത് ഈ മകരവിളക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വാഹനവും തിരികെ എത്തിച്ച് നമ്മുടെ ആശുപത്രിയിലെ സേവനത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സേവനം പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസിന്റെ സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മറ്റൊരു ആംബുലൻസ് ഉണ്ടായിരുന്നത് ശബരിമല ഡ്യൂട്ടിക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റിയുണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.